മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തിരിയായി മാറിയിട്ട് ആയുർവേദം ഈ ലോകത്തിന് സമ്മാനിച്ചത്. അപ്പോൾ ഒരു ചെറിയ പരാതിയാണ് അവർക്ക് പറയാനുള്ളത്. പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദം മരുന്ന് ആ കാലഘട്ടം ഓർക്കണം. ആ കാലഘട്ടത്തിൽ എല്ലാ സീസണിലും ഒന്ന് ഈ മരുന്ന് ഈ ചെടികൾ കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ആ സമയത്ത് കഴിക്കുക എന്ന് പറയുന്നത് കഷായ രൂപത്തിലൊക്കെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കാനും ഭയങ്കര പ്രയാസം ആൾക്കാർക്ക്. ഒന്ന് ഇത് അവൈലബിൾ ആവുന്നില്ല എപ്പോഴും. രണ്ട് ഇത് കൺസ്യൂം ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതല്ലാതെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മാത്രമല്ല, ഇതും അസുഖം വന്നിട്ടും ആണല്ലോ മരുന്ന് കഴിക്കുന്നത്. അസുഖം വരാതിരിക്കാൻ എന്താ മാർഗം? ഇതാണ് മഹാവിഷ്ണുവിനോട് ഇവർക്ക് ചോദിക്കാനുള്ളത്. എന്താണ് അസുഖം വരാതിരിക്കാനുള്ള മാർഗം? വന്നാലാണല്ലോ ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. വരാതിരിക്കാൻ എന്താണ് മാർഗം? മാത്രമല്ല, അസുഖം ശരീരത്തിനെ മാത്രമല്ല, അസുഖം മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുണ്ടല്ലോ അസുഖം. അപ്പോൾ ഇത് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കാതെ അസുഖം വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കുമ്പോൾ അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു ഇങ്ങനൊന്ന് തിരിഞ്ഞ് അനന്തനെ നോക്കി എന്നാ പറയണത്. ഒരു നോട്ടം, ഒരൊറ്റ നോട്ടത്തിൽ അനന്തന് കാര്യം പിടികിട്ടി. കാരണം അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് അനന്തനാണ് പതാഞ്ജലി മഹർഷിയായിട്ട് മാറുന്നത്. അനന്തനാണ് കേട്ടോ. അതുകൊണ്ടാണ് സർപ്പപാദർ എന്നൊരു പേരുണ്ടാർക്ക് പതാഞ്ജലി മഹർഷി. കാരണം സർപ്പത്തിന്റെ പാദം പോലെയാണെന്നാണ് പറയുന്നത് സർപ്പപാദര്. ഈ പതാഞ്ജലി മഹർഷിയാണ് യോഗ ഈ ലോകത്തിന് സമ്മാനിച്ചത്. അങ്ങനെ യോഗ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും അസുഖം വരാതിരിക്കാനും പറ്റും എന്നുള്ളതാണല്ലോ അതിനെക്കുറിച്ചുള്ള വിശ്വാസം തന്നെ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.